നമസ്കാരം. ഇന്നത്തെ ന്യൂസ് ടൈം നോക്കാം. ആദ്യം തലക്കെട്ടുകൾ. കൊടകര നെല്ലായിൽ ദേശീയപാതയിലുണ്ടായ ബൈക്ക് അപകടത്തിൽ 2 പേർ മരിച്ചു. കയ്പമംഗലം കാവുങ്ങപ്പറമ്പിൽ ഭരത്, തിരുവനന്തപുരം തോന്നക്കൽ സ്വദേശി ഉത്തരജ് എന്നിവരാണ് മരിച്ചത്. വരന്തരപ്പിള്ളിയിൽ 36-കാരിയായ ദിവ്യ കൊല്ലപ്പെട്ടതിന് പിന്നിൽ ഭർത്താവിന്റെ സംശയരോഗമെന്ന് പോലീസ്. സംഭവത്തിൽ ഭർത്താവ് കണ്ണാറ കരടിയാള തെങ്ങനാൽ കുഞ്ഞുമോൻ കുറ്റസമ്മതം നടത്തി. സംഘടനാ പ്രവർത്തനം ശക്തമാക്കുന്നതിന്റെ ഭാഗമായി കൊടുങ്ങല്ലൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഏകദിന നേതൃത്വ പരിശീലന ക്യാമ്പ് സംഘടിപ്പിച്ചു. പുനഃസംഘടിപ്പിച്ച മണ്ഡലം ഭാരവാഹികൾക്ക് ക്യാമ്പിൽ സ്വീകരണം. വാർത്തകൾ വിശദമായി. കൊടകര നെല്ലായിൽ ദേശീയപാതയിലുണ്ടായ ബൈക്ക് അപകടത്തിൽ കയ്പമംഗലം സ്വദേശി ഉൾപ്പെടെ 2 പേർ മരിച്ചു. കയ്പമംഗലം അയിരൂർ കാവുങ്ങപ്പറമ്പിൽ ബാലചന്ദ്രന്റെ മകൻ ഭരത്, തിരുവനന്തപുരം തോന്നക്കൽ സ്വദേശി ചാരുവിള വീട്ടിൽ ഉണ്ണിപ്പിള്ള മകൻ ഉത്തരജ് എന്നിവരാണ് മരിച്ചത്. ഇന്നലെ രാത്രി 10 മണിയോടെ ഇവർ സഞ്ചരിച്ചിരുന്ന ബൈക്ക് നിയന്ത്രണം വിട്ട് ഡിവൈഡറിൽ ഇടിച്ചാണ് അപകടമെന്ന് പറയുന്നു. അപ്പോളോ അറ്റ്ലക്സ് ആശുപത്രി ക്യാന്റീനിലെ ജീവനക്കാരാണ് 2 പേരും. വരന്തരപ്പിള്ളിയിൽ 36-കാരിയായ ദിവ്യ കൊല്ലപ്പെട്ടതിന് പിന്നിൽ ഭർത്താവിന്റെ സംശയരോഗമെന്ന് പോലീസ്. വേലുപ്പാടം വെട്ടിങ്ങപ്പാടം പാറയ്ക്ക ഗംഗാധരന്റെയും ഷീലയുടെയും മകളായ ദിവ്യയാണ് കൊല്ലപ്പെട്ടത്. സംഭവത്തിൽ ഭർത്താവ് കണ്ണാറ കരടിയള തെങ്ങനാൽ കുഞ്ഞുമോൻ പോലീസിന്റെ പിടിയിലായി. ചോദ്യം ചെയ്യലിനിടെ കുഞ്ഞുമോൻ കഥകൾ മാറ്റിപ്പറഞ്ഞെങ്കിലും ഒടുവിൽ കുറ്റസമ്മതം നടത്തി. യുവതിയെ ഭർത്താവ് ശ്വാസം മുട്ടിച്ചു കൊന്നത് ഭാര്യയ്ക്ക് മറ്റൊരു യുവാവുമായി ബന്ധമുണ്ടെന്ന സംശയത്തിലാണെന്നാണ് പോലീസ് നിഗമനം. വേലുപ്പാടം വെട്ടിങ്ങപ്പാടം പാറയ്ക്ക ഗംഗാധരന്റെയും ഷീലയുടെയും മകളായ ദിവ്യയാണ് കൊല്ലപ്പെട്ടത്. സംഭവത്തിൽ ഭർത്താവ് കണ്ണാറ കരടിയള തെങ്ങനാൽ കുഞ്ഞുമോൻ പോലീസിന്റെ പിടിയിലായി. ദിവ്യയെ ശനിയാഴ്ച വൈകിട്ട് 4ഓടെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സെയിൽസ് ഗേളായി ജോലി ചെയ്യുകയായിരുന്നു ദിവ്യ. ഭാര്യ നെഞ്ചുവേദന മൂലം മരിച്ചെന്നാണ് ബന്ധുക്കളെ പ്രതി അറിയിച്ചത്. എന്നാൽ ഇൻക്വസ്റ്റിനിടെ പോലീസിന് സംശയം തോന്നിയതാണ് കൊലപാതകത്തിലേക്ക് വെളിച്ചം വീശിയത്. കുറച്ചുനാളായി ഭാര്യയെ സംശയമുണ്ടായിരുന്ന കുഞ്ഞുമോൻ ദിവ്യ ജോലിക്ക് പോകുമ്പോൾ രഹസ്യമായി പിന്തുടർന്നിരുന്നു. വഴിമധ്യേ ബസ്സിൽ നിന്നിറങ്ങിയ ദിവ്യ ആൺ സുഹൃത്തിന്റെ ബൈക്കിൽ കയറി പോകുന്നത് കുഞ്ഞുമോൻ കണ്ടു. ഇതാണ് കുഞ്ഞുമോനെ പ്രകോപിപ്പിച്ചത്. ഇതേ തുടർന്ന് വീട്ടിൽ കലഹമുണ്ടായി. തുടർന്നായിരുന്നു കൊലപാതകം. പോലീസ് സ്റ്റേഷന് സമീപം വാടകയ്ക്ക് താമസിക്കുകയായിരുന്നു ദമ്പതികൾ. ഭാര്യ മരിച്ചത് പനിയും അലർജിയും ശ്വാസമുട്ടലും പിടിപെട്ടത് മൂലമാണെന്നാണ് കുഞ്ഞുമോൻ ബന്ധുക്കളെയും നാട്ടുകാരെയും വിശ്വസിപ്പിച്ചത്. എന്നാൽ ദിവ്യയുടെ മുഖത്തും കഴുത്തിലും കണ്ടെത്തിയ പാടുകൾ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയതാണെന്ന സൂചനയിലേക്ക് എത്തുകയായിരുന്നു. ആദ്യം ആർക്കും സംശയമുണ്ടായിരുന്നില്ലെങ്കിലും ശരീരത്തിലെ പാടുകൾ ദുരൂഹമെന്ന് പോലീസ് കണ്ടെത്തി. പിന്നീട് ദിവ്യയുടെ ബന്ധുക്കളും പരാതിയുമായി എത്തി. കുഞ്ഞുമോനും ദിവ്യയ്ക്കും 11 വയസ്സുള്ള മകനുണ്ട്. ചോദ്യം ചെയ്യലിനിടെ കുഞ്ഞുമോൻ കഥകൾ മാറ്റിപ്പറഞ്ഞെങ്കിലും ഒടുവിൽ കുറ്റസമ്മതം നടത്തി. മീഡിയ ടൈം, വരന്തരപ്പിള്ളി. ഇലക്ഷനെ നേരിടുന്നതിന് മുമ്പായി പ്രവർത്തകരെ സജ്ജരാക്കുന്നതിനും സംഘടനാ പ്രവർത്തനം ശക്തമാക്കുന്നതിൻ്റെയും ഭാഗമായി കൊടുങ്ങല്ലൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഏകദിന നേതൃത്വ പരിശീലന ക്യാമ്പ് സംഘടിപ്പിച്ചു. പുനഃസംഘടിപ്പിച്ച മണ്ഡലം ഭാരവാഹികൾക്കും പുതിയതായി തെരഞ്ഞെടുക്കപ്പെട്ട വാർഡ് പ്രസിഡന്റുമാർക്കും BLA-മാർക്കും ക്യാമ്പിൽ സ്വീകരണം നൽകി. DCC ജനറൽ സെക്രട്ടറി TM നാസർ ഉദ്ഘാടനം നിർവഹിച്ചു. മണ്ഡലം പ്രസിഡന്റ് PV രമണൻ അധ്യക്ഷത വഹിച്ചു. BLA സംസ്ഥാന ട്രെയിനറായ CJ ദാമു ക്ലാസ് നയിച്ചു. DCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് VM മൊഹീദ്ദീൻ, ബ്ലോക്ക് പ്രസിഡന്റ് ES സാബു, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് OJ ജനീഷ്, PU സുരേഷ് കുമാർ, IK ഗോവിന്ദൻ, KG മുരളീധരൻ, ദിൽഷൻ കൊട്ടേക്കാട്ട്, സുനിൽ കളരിക്കൽ എന്നിവർ സംസാരിച്ചു. ഈ കഴിഞ്ഞ വർഷത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ എക്സ്പെൻഡിച്ചറിന്റെ പട്ടിക പുറത്തു വരുമ്പോൾ 111 തദ്ദേശ സ്വയംഭരണ സ്ഥാനങ്ങളിൽ 108-ാമതോ 9-ാമതോ നിൽക്കുന്ന ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനമാണ് ഈ കൊടുങ്ങല്ലൂർ മുനിസിപ്പാലിറ്റി. എന്ന് വെച്ചാൽ ഭരണപരമായി വളരെ പരാജയപ്പെട്ട ഒരു മുനിസിപ്പാലിറ്റി സംവിധാനമാണ്. പണം ചെലവഴിക്കാൻ പോലും സാധിച്ചില്ല. 111 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഏറ്റവും അവസാനം നിൽക്കുന്ന ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനമാണ് കൊടുങ്ങല്ലൂർ മുനിസിപ്പാലിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കണം. ഇടതുപക്ഷമാണല്ലോ സംസ്ഥാനം ഭരിക്കുന്നത്, ഇടതുപക്ഷത്തിന്റെ ഭരണമാണല്ലോ ഈ മുനിസിപ്പാലിറ്റിക്ക്, ഇടതുപക്ഷ ഉദ്യോഗസ്ഥന്മാരാണല്ലോ അതിന്റെ മുഴുവനായി നിൽക്കുന്നത്. അങ്ങനെ നിൽക്കുന്ന ഈ മുനിസിപ്പാലിറ്റി ഏറ്റവും അവസാനത്തേക്ക് പോയി എന്ന് പറഞ്ഞാൽ മുനിസിപ്പൽ ഭരണസമിതി തികഞ്ഞ പരാജയമാണ്. ആ മുനിസിപ്പൽ ഭരണസമിതിക്കെതിരെയുള്ള ഏറ്റവും ശക്തമായ പ്രതിപക്ഷം അത് ഇന്ന് അവിടെ ഒറ്റയാളായിട്ട് നിൽക്കുന്ന കോൺഗ്രസ് ആണ്. അത് ഈ നാട്ടിലെ ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്ന രീതിയിലേക്ക് നമ്മുടെ സംഘടനാ പ്രവർത്തകർ മാറി. പൂയപ്പള്ളി തങ്കപ്പന്റെ വജ്രബിന്ദുക്കൾ പുസ്തകം പ്രകാശനം ചെയ്തു. പറവൂരിൽ പ്രൊഫസർ MK സാനു ഡോക്ടർ സുനിൽ P ഇളയടത്തിന് കോപ്പി നൽകി പുസ്തക പ്രകാശനം നിർവഹിച്ചു.
പുരോഗമന കലാസാഹിത്യ സംഘം ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ കെ ജി പൗലോസ് അധ്യക്ഷനായി. ഡോക്ടർ കെ വി കുഞ്ഞികൃഷ്ണൻ, എൽ എം പിയേഴ്സൺ, ടി വി നിധിൻ, രവിത ഹരിദാസ്, സി പി പള്ളിപ്പുറം, ജോസഫ് പനക്കൽ, എം എം പൗലോസ്, കെ വി ഷീല, ടി ആർ വിനോയ് കുമാർ, ജോഷി, ഡോൺ ബോസ്കോ, വി എസ് സന്തോഷ്, ഗ്രന്ഥകർത്താവ് പൂയപ്പള്ളി തങ്കപ്പൻ എന്നിവർ സംസാരിച്ചു. മുൻ മന്ത്രി എസ് ശർമ്മ സന്നിഹിതനായിരുന്നു. കൊടുങ്ങല്ലൂർ മാനവ സേവാ കേന്ദ്രം വാർഷിക പൊതുയോഗവും വിദ്യാഭ്യാസ പുരസ്കാര വിതരണവും നടത്തി. സേവാഭാരതി കൊടുങ്ങല്ലൂർ സൊസൈറ്റി പ്രസിഡന്റ് രാജു ഈശ്വരമംഗലത്ത് അധ്യക്ഷത വഹിച്ചു. സേവാഞ്ജലി ട്രസ്റ്റ് രക്ഷാധികാരി പി ജി ശശികുമാർ, നഗരസഭാ പ്രതിപക്ഷ നേതാവ് ടി എസ് സജീവൻ, നഗരസഭാ കൗൺസിലർ ഇ കെ രമാദേവി, മാതൃസമിതി പ്രസിഡന്റ് ഗിരിജ ഉണ്ണികൃഷ്ണൻ, സെക്രട്ടറി ഷൈന പ്രദീപ് എന്നിവർ സമ്മാനദാനം നിർവഹിച്ചു. സേവാകേന്ദ്രം സെക്രട്ടറി പി കെ രാധാകൃഷ്ണൻ, മാനവ സേവാ കേന്ദ്രം പ്രസിഡന്റ് ഒ പി സുരേഷ്, ചിത്രലക്ഷ്മി നാരായണൻ എന്നിവർ സംസാരിച്ചു. ഏകദേശം 35 വർഷങ്ങൾക്ക് മുന്നേ തന്നെ ഈ പ്രദേശത്തിൻ്റെ സേവനവും സാംസ്കാരികവും വിദ്യാഭ്യാസവുമായ മേഖലകളിലേക്ക് ഒരു സംഭാവന നല്ല രീതിയിലുള്ള ഒരു ഗ്രാമത്തിൻ്റെ പ്രവർത്തനത്തിന് വേണ്ടി നമുക്ക് നൽകാൻ കഴിയണമെന്ന ചിന്തയിൽ നിന്നും ഉടലെടുത്ത് രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ പ്രവർത്തകരും ഈ നാട്ടിലെ അതുമായി സഹകരിക്കുന്ന ആ അഭ്യുദയകാംക്ഷികളായ ആളുകൾ നല്ല കാര്യങ്ങൾക്ക് എന്നും ഒപ്പം നിൽക്കുന്നവരുടെ പിന്തുണയോടുകൂടി ആരംഭിച്ച പ്രസ്ഥാനമാണ് മാനവ സേവാ കേന്ദ്രം. മനുഷ്യൻ്റെ സേവ, മാനവ സേവ, അത് തന്നെയാണ് ഈശ്വര സേവ എന്നാണ് നമ്മുടെ സങ്കല്പം. കഴിഞ്ഞ 10 വർഷങ്ങൾക്ക് മുമ്പാണ് ഈ അമ്മമാർക്കൊരു സദനം നമ്മുടെ സമൂഹത്തിൽ ഒറ്റപ്പെട്ടു പോകുന്ന ഒരവസ്ഥ ഉണ്ടാകുമ്പോൾ അതാണ് ഏറ്റവും വലിയ ദുഃഖകരമായ ഒരവസ്ഥ. ആ ഒറ്റപ്പെടലിൽ നിന്നും മാതൃജനങ്ങളെ സംരക്ഷിക്കുന്നതിനായി കഴിഞ്ഞ 10 വർഷം മുമ്പ് മാനവ സേവാ കേന്ദ്രം മാതൃസദനത്തിനും കൂടി രൂപം കൊടുത്തു. അങ്ങനെയാണ് കഴിഞ്ഞ 10 വർഷങ്ങൾക്ക് മുമ്പ് ആദരണീയനായിട്ടുള്ള ഇന്നത്തെ പൊയ്യ പുളിപ്പറമ്പ് സെന്റ് തോമസ് EM നഴ്സറി സ്കൂളിൽ പ്രവേശനോത്സവം നടന്നു. ഫാദർ ഹാലിദ് തുലാപ്പറമ്പൻ ഉദ്ഘാടനം ചെയ്തു. ഈ കുഞ്ഞുങ്ങളാണ് ഇന്നത്തെ ഏറ്റവും വലിയ അട്രാക്ഷൻ. ഇവരിയ്ക്കുന്ന രീതികളാണ് ഇതൊരു മനോഹരമായിട്ടിരിക്കുന്നത്. അമ്മമാരോടും അപ്പന്മാരോടും ചോദിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. ഇങ്ങനെ ഇരുന്നത് വീട്ടിൽ കണ്ടിട്ടുണ്ടോ? വളരെ കുറവായിരിക്കും. കാരണം എൻ്റെ ചേച്ചിക്ക് 2 പിള്ളേരുണ്ട്. ഈ പ്രായമാണ്. ഒരെണ്ണം 3ലും ഒരെണ്ണം LKGയിലും. അപ്പം അതിൻ്റെ ബുദ്ധിമുട്ട് കണ്ടും കേട്ടും വളർന്നിട്ടുള്ളവരാണ്. ഇങ്ങനെ സ്വസ്ഥമായിട്ടൊന്ന് ഇരുന്ന് കിട്ടുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷെ വളരെ ശാന്തമായിട്ട് ബലൂണും കിരീടമൊക്കെ പിടിച്ച് ഡ്രസ് യൂണിഫോമൊക്കെ ഇട്ടിരിക്കുന്ന കാണുന്ന നല്ല കുട്ടികളാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതിന് നല്ല പ്രാരംഭ വിദ്യാഭ്യാസം നമ്മുടെ വീടുകളാണ്. വീട്ടിൽ നിന്ന് കിട്ടുന്നതാണ്. അതുമയാണ് സ്കൂളിൽ കെട്ടിപ്പൊക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇവിടെയുള്ള സിസ്റ്റർ ഡെയ്സി ജോൺ അധ്യക്ഷത വഹിച്ചു. KG പ്രിൻസിപ്പൽ സിസ്റ്റർ നോയൽ, പുളിപ്പറമ്പ് സെന്റ് തോമസ് UP സ്കൂൾ പ്രധാനാധ്യാപിക സിസ്റ്റർ ജോമി, ജൈനി മാത്യു, TS നിരഞ്ജന, മേരി പോളച്ചൻ എന്നിവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. കൊടകര നെല്ലായിൽ ദേശീയപാതയിലുണ്ടായ ബൈക്ക് അപകടത്തിൽ 2 പേർ മരിച്ചു. കയ്പമംഗലം കാവുങ്ങപ്പറമ്പിൽ ഭരത്, തിരുവനന്തപുരം തോന്നക്കൽ സ്വദേശി ഉത്തരജ് എന്നിവരാണ് മരിച്ചത്. വരന്തരപ്പിള്ളിയിൽ 36-കാരിയായ ദിവ്യ കൊല്ലപ്പെട്ടതിന് പിന്നിൽ ഭർത്താവിന്റെ സംശയരോഗമെന്ന് പോലീസ്. സംഭവത്തിൽ ഭർത്താവ് കണ്ണാറ കരടിയാള തെങ്ങനാൽ കുഞ്ഞുമോൻ കുറ്റസമ്മതം നടത്തി. സംഘടനാ പ്രവർത്തനം ശക്തമാക്കുന്നതിന്റെ ഭാഗമായി കൊടുങ്ങല്ലൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഏകദിന നേതൃത്വ പരിശീലന ക്യാമ്പ് സംഘടിപ്പിച്ചു. പുനഃസംഘടിപ്പിച്ച മണ്ഡലം ഭാരവാഹികൾക്ക് ക്യാമ്പിൽ സ്വീകരണം. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.